ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാത്രി അച്ഛൻ കൊഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ഇവിടുത്തെ കുഞ്ഞാവ മീനുണ്ടെങ്കിൽ ചോറ് കഴിക്കത്തുള്ളൂ കേട്ടോ. എൻ്റെ കൊച്ചല്ല, എൻ്റെ മോളല്ല, അനിയത്തിൻ്റെ മോളാണ്. പക്ഷെ ഞങ്ങളെ മോളായിട്ടാണ് കാണുന്നത്, കാരണം എനിക്ക് കൊച്ചൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ട്. രണ്ടുപേർക്കും ഒരേ ഏജാണ്. കാരണം അനിയത്തിയുടെ കുഞ്ഞ് ജനിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ ആ ഒരു വയസ്സിൻ്റെ ആ 2 മാസത്തിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. ഇപ്പോൾ രണ്ടുപേരും കുഞ്ഞുങ്ങളാണ്. ഞാൻ രണ്ട് ദിവസം മുമ്പ് ചെറിയൊരു ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അത് കുഞ്ഞിലെ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് 1.5 വയസ്സാണ്. ഒരാൾക്ക് 1 വയസ്സ് 1.5 ആവാൻ പോകുന്നു, ഒരാൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ സവാള അരിയുന്നതാണ് കേട്ടോ. അപ്പോൾ 2 സവാളയും ഞാൻ ഒരു തക്കാളിക്കയും പിന്നെ 4 പച്ചമുളകും പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ വീഡിയോസ്, കാരണം ഞാനതിലെടുത്ത സമയത്ത് നമ്മുടെ കൈ കൊണ്ടുകൊണ്ട് ഞാൻ ക്യാമറ മറയ്ക്കുന്നുണ്ട്. അപ്പം ഞാനത് മാറ്റാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ ഒന്ന് തീ പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കനലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരണ്ട് വന്നിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. പച്ചമുളകൊക്കെ ചിലപ്പോൾ മുമ്പ് ഇട്ട് ചിലപ്പോൾ കരിഞ്ഞു എന്ന് വെച്ചാൽ നല്ല തീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സവാള ഇട്ടതിന് ശേഷം അത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ തക്കാളിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കിണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചാലോ. പക്ഷേ മൺചട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല ചൂടും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അത് ആവിയിലിരുന്നങ്ങ് വെന്തും അടിയിലൊന്നും പിടിച്ചില്ല. അപ്പം നന്നായിട്ട് അടുപ്പിൽ തീ എത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ വിറക് ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച സമയത്ത് നമ്മളിവിടെ വിറക് വെട്ടി കയറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. ഞങ്ങളുടെ ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അല്ല കേട്ടോ, ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ താഴെ ഒരു റബ്ബറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ച സമയത്ത് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ആ വിറകാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പം കൊഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കൊഞ്ചുള്ളായിരുന്നു. ഇവിടെ നമുക്ക് ചേട്ടൻ്റെ അവിടെയൊക്കെ നമുക്ക് കിലോയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെയില്ല, 100 രൂപയ്ക്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്. 100 രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തരുന്നത്. നമുക്ക് ഇവിടെ തൂക്കി കൊടുക്കുന്നില്ല, അല്ലാതെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്, എന്താവുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് കമൻറ്റ് വഴി നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുള്ള് കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രാത്രിയും കൂടെ ആയതുകൊണ്ട് ക്യാമറയ്ക്ക് അധികം ക്വാളിറ്റി ഒന്നും കാണില്ല. അപ്പോൾ ഞങ്ങൾ വറുത്ത മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ അമ്മ മീൻ കറി വെക്കാൻ വേണ്ടി മുമ്പേ കൂട്ടി ഒരു മല്ലിപ്പൊടിയും മുളക് പൊടിയും കണക്കിന് എടുത്തിട്ട് അത് നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ പച്ചയ്ക്ക് ചേർക്കാറില്ല, എല്ലാം മീൻ കറിയൊക്കെ കഴിക്കുമ്പോൾ വറുത്തിട്ടേ ഉപയോഗിക്കുള്ളൂ, പച്ചയ്ക്ക് ഉപയോഗിക്കത്തില്ല. ആ പച്ചമണം അതൊരിതും കാണില്ല, പിന്നെ കളറും കാണില്ല. ഒരുമാതിരി വെളുവിളാന്നിരിക്കും. നമുക്ക് നല്ല എരിയും വേണം, നല്ല കടുകടാന്നിരിക്കണം, എന്നാൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇപ്പോൾ എരിയായിട്ടും കുറഞ്ഞ ആരും കഴിക്കത്തില്ല, പറയും എരി കുറഞ്ഞു പോയി കൊള്ളൽ എന്ന് പറയും. നല്ല എരിയൊക്കെ വേണം, നല്ല എരിയും പുളിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാവരും കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നമ്മളെ പുളിവെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ പുളി നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടില്ല, ഞാൻ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അലിയിച്ച് കൊടുത്തിട്ടാണ് ചേർക്കുന്നത്. കാരണം നമ്മുടെ റോസ്റ്റ് അല്ലേ, അപ്പോൾ അതെന്തെങ്കിലും എഫക്റ്റ് ചെയ്യുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ പുളിവെള്ളം നന്നായിട്ട് ഒഴിക്കാത്തത്. പിന്നെ നമ്മുടെ തക്കാളിക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം പുളിപ്പിനുള്ളതായിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഞാനിതൊന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അമ്പലത്തിൽ മുകളിലത്തെ അമ്പലത്തിൽ ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിനും പോവാൻ റെഡിയാവുക. അപ്പോൾ അനിയത്തി കുഞ്ഞിനെ ഒരുക്കുന്നുണ്ട്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവൾ മോർണിംഗ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് വന്ന് നോക്കാൻ തോന്നി. ഇങ്ങനെ ഞാൻ ആ വാവയെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ നൈനിക കുട്ടി, ജാനി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ വാവയുടെ വീഡിയോ കേട്ടോ, ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടില്ലേ. മറ്റേതെന്ന് പറയുന്നത് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇട്ടാണ് ചേച്ചിയുടെ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഒരേ ഏജാണ്. പിന്നെ കുറച്ച് നമ്മുടെ ഇതുണ്ടല്ലോ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. കാരണം നമുക്ക് മീൻ വർഗ്ഗത്തിൽപ്പെട്ടില്ലേ, മറ്റേ എന്തെങ്കിലും ചവയ്ക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത്യാവശ്യം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിനുശേഷം ഞങ്ങൾക്ക് ഉത്സവത്തിൽ പോകണം. അപ്പം ഇത്ര റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2 കറിവേപ്പില തണ്ടോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഓരോ വീഡിയോസ്